പാലമായ പുനലൂർ പാലത്തെക്കുറിച്ച് നിരവധി കഥകൾ പ്രചരിക്കുന്നുണ്ട്. കൊല്ലം ജില്ലയുടെ മലയോര മേഖലയുടെ ഹൃദയഭാഗത്താണ് പ്രൗഢി നഷ്ടപ്പെടാതെ പുനലൂർ പാലം നിലനിൽക്കുന്നത്. തെക്കേ ഇന്ത്യയിലെ ആദ്യത്തെ തൂക്കുപാലമായ പുനലൂർ പാലത്തെക്കുറിച്ച് നിരവധി കഥകളാണ് പ്രചരിക്കുന്നത്. കൊല്ലം ജില്ലയുടെ മലയോര മേഖലയുടെ ഹൃദയഭാഗത്താണ് പ്രൗഢി നഷ്ടപ്പെടാതെ പുനലൂർ പാലം നിലനിൽക്കുന്നത്. 1877 ഓഗസ്റ്റ് 1 ആയില്യം തിരുനാൾ മഹാരാജാവാണ് ഈ പാലം ഉദ്ഘാടനം ചെയ്തത്. 1880 പൊതുഗതാഗതത്തിനായി പാലം രാജാവ് തുറന്നുകൊടുത്തു. 1972 പുനലൂരിൽ ഒരു പുതിയ പാലം വന്നതോടെ കേരളത്തിലെ സംരക്ഷിത മാർഗങ്ങളിൽ ഒന്നായി മാറി ഈ പാലം. ആയില്യം തിരുനാൾ മഹാരാജാവ് തിരുവിതാംകൂർ ഭരിക്കുന്ന കാലം പുനലൂരിൽ കല്ലടയാറിന് കുറുകെ പാലം വേണമെന്ന ആവശ്യം ശക്തമായി. അക്കാലത്തെ തിരുവിതാംകൂർ ദിവാൻ നാണുപിള്ളയാണ് ഈ ആവശ്യം രാജാവിനെ ആദ്യം അറിയിക്കുന്നത്. പാലം നിർമ്മിക്കുന്നതിന് രാജാവിന് ഒരു എതിർപ്പും ഉണ്ടായിരുന്നില്ല. രാജാവിന്റെ മുൻപിലെ പ്രശ്നം മറ്റൊന്നായിരുന്നു. കല്ലടയാറിന്റെ ഒരു വശം വന്യജീവികളുടെ വിഹാര കേന്ദ്രമായ നിബിഡ വനമായിരുന്നു. അവിടെ നിന്ന് മൃഗങ്ങൾ പാലം കടന്ന് മനുഷ്യരെ ആക്രമിച്ചാലോ? അങ്ങനെയാണ് വന്യജീവികൾക്ക് സഞ്ചരിക്കാൻ കഴിയാത്ത ഒരു പാലത്തെക്കുറിച്ച് ആലോചിക്കുന്നത്. ഈ ആശയ സാക്ഷാത്കാരമാണ് കേരളത്തിന്റെ എഞ്ചിനീയറിംഗ് വിസ്മയങ്ങളിൽ ഒന്നായ പുനലൂർ തൂക്കുപാലം. കല്ലടയാറിന് കുറുകെ പാലം എന്ന ആശയം ഉണ്ടായപ്പോൾ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിലെ തൂക്കുപാല വിദഗ്ധരെ സമീപിക്കാൻ തുടങ്ങി. അങ്ങനെ തൂക്കുപാലം നിർമ്മാണത്തിൽ വൈദഗ്ധ്യം നേടിയ ബ്രിട്ടീഷ് എഞ്ചിനീയർ ആൽബർട്ട് ഹെൻറിയെ പാലം നിർമ്മിക്കാൻ തെരഞ്ഞെടുത്തു. ഇയാൾ തന്നെയായിരുന്നു സ്കോട്ട്ലാൻഡിലെയും റഷ്യയിലെയും തൂക്കുപാലങ്ങളുടെ മേൽനോട്ടം വഹിച്ചത്. അങ്ങനെ 1871 ഓർക്കണം, 1971 1871 ഈ പാലത്തിന്റെ നിർമ്മാണം തുടങ്ങിയത്. സൗത്ത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ തൂക്കുപാലം. 71 തുടങ്ങിയ പാലം പണി അവസാനിച്ചത് 77 അതായത് പാലം പണി പൂർത്തിയായത് 6 വർഷം കൊണ്ട്. പാലം പണിക്ക് ആവശ്യമായിട്ടുള്ള സാമഗ്രികൾ കൊണ്ടുവന്നത് സ്കോട്ട്ലാൻഡിൽ നിന്നായിരുന്നു. സ്കോട്ട്ലാൻഡിൽ നിന്നും പായ്ക്കപ്പൽ വഴി തങ്കശ്ശേരി തുറമുഖത്തെത്തിച്ച ഇരുമ്പുരുക്ക് വസ്തുക്കൾ ആന വലിക്കുന്ന വണ്ടികളാണ് പുനലൂരിൽ എത്തിച്ചത്. 2 തൂണുകളിലും കൂറ്റൻ ഇരുമ്പ് വടങ്ങളിലുമായാണ് ഇരുമ്പ് പാളികളിൽ പതിപ്പിച്ച പലകകൾ കൊണ്ട് നിർമ്മിച്ച പാലം ഇരുമ്പ് ചങ്ങല കൊണ്ട് തൂക്കിയിരിക്കുന്നത്. ഏകദേശം 400 അടിയാണ് പാലത്തിന്റെ നീളം, 20 അടിയാണ് പാലത്തിന്റെ വീതി. കരയോട് ചേർന്നുള്ള കമാനാകൃതിയിലുള്ള വലിയ 2 തൂണുകളുടെ പരസ്പരം ബന്ധിപ്പിച്ചാണ് ഉരുക്കുവടം കെട്ടിയിരിക്കുന്നത്. ഈ വടങ്ങൾ കരഭാഗത്ത് നിർമ്മിച്ചിരിക്കുന്ന 4 കിണറുകളിലേക്ക് ഇറക്കിയാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഏകദേശം 20 അടി താഴ്ചയാണ് ഈ കിണറുകൾക്കുള്ളത്. ഈ കിണറുകൾക്കിടയിലൂടെ ഒരാൾക്ക് കടന്നു പോകാൻ വലിപ്പമുള്ള തുരങ്കങ്ങളുണ്ട്. ഈ കിണറുകളെ ചുറ്റിപ്പറ്റിയാണ് അടുത്ത കഥകൾ പറയുന്നത്. തന്റെ ബുദ്ധി കൊണ്ട് രക്ഷപ്പെട്ട ഒരു കൊല്ലന്റെ കഥ. നേരത്തെ പറഞ്ഞതുപോലെ ആ കിണറുകളിലാണ് പാലത്തിന്റെ പൂട്ടുകൾ ഉറപ്പിച്ചിരുന്നത്. മലയാളിയായിരുന്ന ഒരു കൊല്ലനായിരുന്നു കിണറുകളിൽ ഈ പൂട്ടുകൾ ലോക്ക് ചെയ്തത്. ഈ പണി കഴിഞ്ഞാൽ ഉടൻ തന്നെ അയാളെ കൊന്നുകളയാനായിരുന്നു ബ്രിട്ടീഷുകാരുടെ ഉദ്ദേശം. എന്നാൽ ഈ ഉദ്ദേശം മനസ്സിലാക്കിയ ഇയാൾ പാലത്തിന്റെ പണി നീട്ടിക്കൊണ്ടു പോവുകയും ഒരു ദിവസം ബ്രിട്ടീഷുകാർ ഇല്ലാത്ത ദിവസം കിണറിനുള്ളിൽ ഇറങ്ങി പാലം ലോക്ക് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം നാട് വിട്ടു. പിന്നീട് ഒരു ദൂതൻ വഴി സമ്മാനപ്പൊതി എന്ന രീതിയിൽ ഇയാളെ കൊല്ലാൻ വീണ്ടും ഒരു ശ്രമം നടത്തിയിരുന്നു. എന്നാൽ ശ്രമങ്ങളെല്ലാം പാളിയതോടെ ബ്രിട്ടീഷുകാർ അയാളെ വെറുതെ വിട്ടു. എന്നാൽ പ്രദേശവാസികൾ പറയുന്ന കഥ മറ്റൊന്നാണ്. പാലത്തിന്റെ ലോക്കുകൾ ഇടാൻ കിണറിലിറങ്ങിയ ഈ പ്രധാന തൊഴിലാളിയെ ലോക്കുകൾ ഉറപ്പിച്ചതിനു ശേഷം കോൺക്രീറ്റ് ഉപയോഗിച്ച് മൂടി എന്ന് പറയപ്പെടുന്നു. അന്നത്തെ കാലത്ത് 3 ലക്ഷം രൂപയാണ് പാലത്തിന്റെ നിർമ്മാണ ചെലവ്. തമിഴ്നാടുമായി വാണിജ്യബന്ധം വർദ്ധിപ്പിക്കുവാൻ ഈ പാലം ഏറെ സഹായിച്ചിട്ടുണ്ട്. തെങ്കാശിയിൽ നിന്നും മധുരയിൽ നിന്നുമുള്ള നിരവധി തമിഴർ ഈ പാലം പണിയിൽ ഏർപ്പെട്ടിരുന്നു. പിന്നീട് അവർ പുനലൂരിൽ തന്നെ തങ്ങുകയും പുനലൂരിൽ തമിഴ് സ്വാധീനം ഉണ്ടായതാണ് ചരിത്രം. പാലത്തിന്റെ ബലത്തെക്കുറിച്ച് നാട്ടുകാർക്ക് സംശയമുണ്ടായപ്പോൾ പാലത്തിലൂടെ ഒരേ സമയം 6 ആനകളെ നടത്തി. ഈ സമയത്ത് ഹെൻറി തന്റെ കുടുംബത്തോടൊപ്പം പാലത്തിന്റെ അടിയിലൂടെ ബോട്ടിൽ സഞ്ചരിച്ച് പാലത്തിന്റെ ബലത്തെക്കുറിച്ചുള്ള ജനങ്ങളുടെ ഭയത്തെ മാറ്റിച്ചെന്നും കഥകളിൽ പറയുന്നു. എന്നാൽ ഇതിന് വിപരീതമായി മറ്റൊരു കഥയും പ്രചരിക്കുന്നുണ്ട്.
ആനകളെ പാലത്തിലേക്ക് കയറ്റാൻ ശ്രമിച്ചപ്പോൾ പാലത്തിന്റെ കുലുക്കത്താലും ചങ്ങലകളുടെ കുലുക്കത്താലും ഭയന്ന് ആനകൾ മുന്നോട്ട് നടക്കാൻ വിസമ്മതിച്ചെന്നും അങ്ങനെ കാട്ടുമൃഗങ്ങൾക്ക് പാലത്തിലൂടെ കടക്കാൻ സാധിക്കില്ലെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തി എന്ന തരത്തിലുള്ള കഥയാണിത്. ഇന്ത്യയിലെ തന്നെ അതിശയങ്ങളിൽ ഒന്നാണ് ഈ പുനലൂർ തൂക്കുപാലം.